ശബരിമലയിൽ ഇന്നലെ വരെ ദർശനം നടത്തിയത് 9,13,437 തീർത്ഥാടകർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്തിനേക്കാൾ 3.6 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ വർഷം ദർശനം നടത്തിയത്. ഇന്ന് ഇതുവരെ 20,000-ഓളം തീർത്ഥാടകർ മല ചവിട്ടി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? തീർത്ഥാടനം അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം സുഗമമായി മുൻപോട്ട് പോകുന്ന കാഴ്ചയാണോ? സംഗീത, തീർച്ചയായിട്ടും നിലവിൽ തീർത്ഥാടകരുടെ തിരക്ക് സന്നിധാനത്ത് തുടരുകയാണ്. നിലവിൽ ഇന്നലെ വരെയുള്ള ആകെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം 9,13,437 തീർത്ഥാടകരാണ് 12 ദിവസം നട തുറന്ന് ആദ്യ 12 ദിവസങ്ങളിൽ സന്നിധാനത്ത് ദർശനം നടത്തിയത്. അതിൽ തന്നെ 1,05,422 ആളുകൾ സ്പോട്ട് ബുക്കിംഗ് വഴിയായിരുന്നു ദർശനം നടത്തിയത് എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നു. പുല്ലുമേട് വഴി കാനനപാത വഴി നടന്നെത്തിയത് 6,937 പേരാണ്. ബാക്കിയുള്ള തീർത്ഥാടകർ അത്രയും വിർച്വൽ ബുക്കിംഗ് വഴി എത്തിയവരായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 12 വിളക്ക് വരെയുള്ള കണക്കുകളേക്കാൾ ഏകദേശം 3.6 ലക്ഷത്തോളം അധികം തീർത്ഥാടകരാണ് ഇക്കുറി സന്നിധാനത്ത് ദർശനം നടത്തിയതായിട്ട് കണക്കുകൾ പുറത്തു വരുന്നത്. ഒപ്പം ഇന്നിപ്പോൾ രാവിലെ 3 മണിക്ക് നട തുറന്നതിന് ശേഷം ഇതുവരെ 21,539 തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങിയതായിട്ടുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടിയാണ്. 18-ാം പടിയോട് തീർത്ഥാടകരെ കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ ശരാശരി 70-നും 80-നും ഇടയിൽ തീർത്ഥാടകരെയാണ് 18-ാം പടിയിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ 18-ാം പടിയിൽ കർശനമായിട്ടും ഈ സംഖ്യ നിലനിർത്തണം. 70-നും 80-നും ഇടയിൽ ഒരു മിനിറ്റിൽ കടത്തിവിടണം എന്നുള്ള നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക്, പടി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. തിരക്ക് സന്നിധാനത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ സംഖ്യാ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പ്രകാരമുള്ള നടപടികൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 12 വിളക്കായിരുന്നു സന്നിധാനത്ത്. വലിയ ഭക്തജന തിരക്കിൽ ആ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തലുള്ളത്. പ്രതിദിനം ശരാശരി 80,000-ഓളം തീർത്ഥാടകർ ഇപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത് വർദ്ധിച്ചേക്കാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം വിർച്വൽ ക്യൂ ബുക്കിംഗ് ഈ ദിവസങ്ങളിലൊക്കെ പരിധിയിൽ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. അതായത് 70,000 നിശ്ചയിച്ചിരുന്നത്. 70,000-വും നേരത്തെ തന്നെ ബുക്കിംഗ് ആയിട്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്ലോട്ട് ലഭിക്കാത്ത തീർത്ഥാടകർ കൂടുതലായിട്ട് എത്തി സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. സ്വാമി ശരണം, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തൃശ്ശൂർ. എങ്ങനെയുണ്ട് മലയോട്ടൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എപ്പോഴാണ് മല കയറാൻ തുടങ്ങിയ? പമ്പയിൽ നിന്ന് 5 മണിക്ക്. പമ്പയിൽ തിരക്കുണ്ട്? പമ്പയിൽ ലേശം തിരക്കുണ്ട്. മല കയറുന്നതിനിടയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല? ഇല്ല. സുഖമായിരുന്നല്ലേ? സുഖമായിരുന്നു. ശരി. എന്താ സ്വാമി ശരണം, എന്താ പേര്? കൃഷ്ണ. ആദ്യമായിട്ടാണോ അയ്യപ്പനെ കാണാൻ വരുന്നത്? ആദ്യമായിട്ടാണോ? മോളുടെ പേരെന്താ? ആണോ, മോൾ ആദ്യമായിട്ടാണ് വരുന്നത്? ഇനി മുമ്പ് വന്നിട്ടുണ്ടോ ശബരിമലയിലേക്ക്? ആദ്യമായിട്ടാണോ ശബരിമല വരുന്നത്? അല്ല, മുമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. ശരി. ഓക്കെ. ചെറിയ മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരെയൊക്കെയാണ് കാണുന്നത്. കുഞ്ഞയ്യപ്പൻ്റെ പേരെന്താ? അക്ഷജ്. ആദ്യമായിട്ടാണ് അയ്യപ്പനെ കാണാൻ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നല്ലേ? അപ്പോൾ അതിൻ്റെ ത്രില്ലും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോ അയ്യപ്പനെ കാണാനായിട്ട്? ശരി. തൃശ്ശൂർ. ശരി. വലിയ തീർത്ഥാടന തിരക്ക് തന്നെ കാണുന്നുണ്ട്. പ്രായഭേദ വ്യത്യാസമന്യേ ചെറിയ കുട്ടികളും മുതിർന്നവരും ഒക്കെ ധാരാളമായിട്ട് സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ തീർത്ഥാടന തിരക്ക് മുൻകണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദർശനം നടത്തി മടങ്ങാനിരിക്കുന്ന തീർത്ഥാടകർക്ക് അവർക്ക് വിരിവയ്ക്കുന്നതിനും നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ ക്രമീകരിക്കുന്നതിനും ഒക്കെയായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴയുടെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ നനയാതെ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടും വിരിവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള പന്തലുകളൊക്കെ തന്നെ സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കൃത്യമായിട്ട് തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടുള്ള നടപടികളുമായിട്ട് ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളുമൊക്കെ തന്നെ സന്നിധാനത്ത് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ തീർത്ഥാടകരുടെ തീർത്ഥാടനം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മറ്റ് പരാതികളൊന്നും തന്നെ സന്നിധാനത്ത് തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെ തീർത്ഥാടനം ഏറെ സുഗമമാണ് എന്ന് തെളിയിക്കുന്നത്.
ഒപ്പം വരുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അതിൻ്റെ അവലോകനവും ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അല്ലെങ്കിൽ ഇവിടെ അടുത്ത ദിവസങ്ങളിലായിട്ട് ചേരാനിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും ശബരിമലയിൽ എത്തുന്നുണ്ട്. അതിനുശേഷം എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഏകോപന യോഗം അല്ലെങ്കിൽ അവലോകന യോഗം സന്നിധാനത്ത് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വരുന്ന ഇത്രയും ദിവസങ്ങളിലെ തീർത്ഥാടനത്തിൻ്റെ വിലയിരുത്തലും അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലേക്കുള്ള അവലോകനവും അടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം മലയാളി തീർത്ഥാടകർ കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകരുടെ എണ്ണം ശരാശരി 80,000-ന് മുകളിലേക്ക് ഇപ്പോൾ പ്രതിദിനം കടന്നിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അത് ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ദേവസ്വം ബോർഡും മറ്റ് അധികൃതരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസാദ വിതരണം അടക്കം കൃത്യമായിട്ട് നടക്കുന്നു. അരവണ അപ്പം പ്രസാദ വിതരണത്തിലും യാതൊരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ ആവശ്യത്തിലധികം കരുതൽ ശേഖരം ഈ അരവണയ്ക്ക് ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ ഒരു വട്ടം പോലും അല്ലെങ്കിൽ ഒരിക്കൽ പോലും തീർത്ഥാടകർക്ക് ഈ പ്രസാദം ലഭിക്കാതെ ഇരിക്കില്ല. അല്ലെങ്കിൽ ആവശ്യത്തിലധികമുള്ള പ്രസാദം കരുതൽ ശേഖരമായിട്ടുണ്ട്. അപ്പം നിർമ്മാണം പ്രതിദിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്ത് നിന്നുള്ള തത്സമയ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഗോകുൽ രമേശ് പങ്കുവച്ചിരുന്നത്.